രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ഭവാൻസ്തു സഹവൈദേഹ്യ ഗിരി സാനുഷരംസ്യസേ. അല്ലയോ ശ്രീരാമചന്ദ്ര, അങ്ങ് സീതാദേവിയോടൊപ്പം ഈ പർവ്വതത്തിന്റെ ചരിവുകളില് മനോഹരങ്ങളായ പർവ്വതങ്ങളെ കൊണ്ട് നിറഞ്ഞ കാടുകളെ കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശങ്ങളിൽ അങ്ങ് സുഖമായിട്ട് സന്തോഷത്തോടുകൂടിയിട്ട് വസിക്കും. ഞാനാകട്ടെ അഹം സർവം കരിഷ്യാമി ജാഗ്രത സ്വപതസ്ഥത്തെ. അങ്ങ് ഉണർന്നിരിക്കുമ്പോഴും അങ്ങ് ഉറങ്ങുമ്പോഴും അങ്ങേക്ക് വേണ്ടുന്നതെല്ലാം അല്ലയോ രാമ ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ 14 വർഷക്കാലവും കുലച്ച വില്ലുമായിട്ട് രാമന്റെ പർണശാലയ്ക്ക് മുന്നില് വെയിലും കൊണ്ട് മഴയും കൊണ്ട് മഞ്ഞും കൊണ്ട് സകല ദുഷ്ടമൃഗങ്ങളോടും മല്ലടിച്ച് രാക്ഷസന്മാരോടും മല്ലടിച്ച് രാമനും സീതയ്ക്കും സംരക്ഷണം ഒരുക്കിക്കൊണ്ട്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രകാരത്തിൽ ഭക്ഷണവും ജലവുമെല്ലാം സേവനമായിട്ട് കൊണ്ടെത്തിച്ചുകൊണ്ട് പൂജാദ്രവ്യങ്ങളും കൊണ്ട് ചെന്നെത്തിച്ചുകൊണ്ട് ഈ 14 വർഷക്കാലവും ലക്ഷ്മണൻ അവിടെ തന്നെ ഇതൊരു മഹാതപസ്സായിട്ട് നിൽക്കുകയായിരുന്നു, ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാതെ. അങ്ങനെയുള്ള ഒരു കഠിനമായ തപസ്സാണ് ലക്ഷ്മണൻ ചെയ്യുന്നത്. ജീവാത്മാവ് നിരന്തരം ഉണർന്നിരുന്നുകൊണ്ട് ഈ ലോകത്തില് പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സകല ജോലികളും ചെയ്യുന്ന ജീവാത്മാവാണ്. ലക്ഷ്മണനാണ് ആ കാട്ടിൽ ജോലികളൊക്കെ ചെയ്യുന്ന. ഭക്ഷണം കൊണ്ടുവരിക, ജലം കൊണ്ടുവരിക, പൂജാദ്രവ്യം കൊണ്ടുവരിക, പർണശാലകൾ നിർമ്മിക്കുക, ഇതൊക്കെ ലക്ഷ്മണനാ ചെയ്യുന്നത്. അതായത് ജീവാത്മാവാണ് ഈ പ്രപഞ്ചത്തിലെ കർത്തവ്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിലെ സുഖവും ദുഃഖവും ഒക്കെ ജീവാത്മാവിനാണ്. പരമാത്മാവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. സുഖദുഃഖങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. എന്താ? അദ്ദേഹം ജ്ഞാനസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്. അതുകൊണ്ട് ഈ ദുഃഖങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഏതവസ്ഥയിലും അദ്ദേഹം ആനന്ദത്തോടു കൂടിയിട്ട് വർത്തിക്കുന്നു. ഈ ജീവന്മാർ ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആ പരമാത്മാവ് കണ്ടുകൊണ്ടേയിരിക്കുന്നു. സാക്ഷി മാത്രമാണ്. ഒന്നിന്റെയും കർത്താവോ ഒന്നിന്റെയും ഭോക്താവോ അല്ല. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കഥാരൂപത്തിൽ എത്ര ഭംഗിയായിട്ട് സമർത്ഥമായിട്ട് വാൽമീകി നിബന്ധിച്ചിരിക്കുന്നു എന്ന് ഓർക്കുക. അതാണ് വാൽമീകി രാമായണത്തിന് അനേകം അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങളെല്ലാം അങ്ങേയറ്റം സംഗതവുമാണ്. വാൽമീകിയുടെ രാമൻ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ഒരു മനുഷ്യനല്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പണ്ഡിതന്മാരായി ചമഞ്ഞ് നടന്ന അനേകം ആളുകളും പരിശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും പരിശ്രമിക്കുന്നുണ്ട് പലരും. വാൽമീകിയുടെ രാമൻ പരമാത്മാവിന്റെ അവതാരം തന്നെയാണ്. കഥ പറയുമ്പോഴേക്കും അദ്ദേഹം രാമനെ മനുഷ്യനായിട്ട്, ദശരഥപുത്രനായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. പക്ഷേ ആ കഥാഗതിയിലും ആ സംഭാഷണങ്ങളിലും ആ വർണ്ണനങ്ങളിലും നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉടൻ കാണാം ആ രാമൻ മനുഷ്യനല്ല, പരമാത്മാവ് തന്നെയാണ് എന്ന്. ഇങ്ങനെ ലക്ഷ്മണകുമാരൻ രാമനോട് അഭ്യർത്ഥിച്ചപ്പോ ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടു കൂടിയിട്ട് അംഗീകരിച്ചു. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് കാനനത്തിലേക്ക് വന്നുകൊള്ളാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ലക്ഷ്മണനോട് രാമൻ പറയാണ്, അല്ലയോ കുഞ്ഞേ, ഏച രാജ്ഞോ ദദൗ ദിവ്യേ മഹാത്മാ വരണസ്വയം ജനകസ്യ മഹായജ്ഞേ ധനുഷി രൗദ്രദർശനെ അഭേദ്യേ കവചേ ദിവ്യേ തൂണീച അക്ഷയ്യസായകൗ ആദിത്യ വിമലാഭൗ ദ്വൗ ഖഡ്ഗൗ ഹേമപരിഷ്കൃതൗ സത്കൃത്യ നിഹിതം സർവം ഏതദ് ആചാര്യ സദ്മനി
സർവം ആയുധമാതായ ക്ഷിപ്രം ആവ്രജ ലക്ഷ്മണ. അല്ലയോ ലക്ഷ്മണ, ഈ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് നീ വേഗത്തിൽ വരിക. ഈ ആയുധങ്ങളെല്ലാം എവിടെ വച്ചിരിക്കുന്നു? ആചാര്യന്റെ വീട്ടിൽ വച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഭവനത്തിനുള്ളില്, അതിനകത്ത് പൂജാമുറിക്കുള്ളില് ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ആചാര്യന്റെ അനുവാദത്തോടു കൂടിയിട്ട്, വസിഷ്ഠന്റെ അനുവാദത്തോടു കൂടിയിട്ട്, അല്ലയോ കുഞ്ഞെ, നീ വേഗത്തിൽ ചെന്ന് ഈ പറയുന്ന ആയുധങ്ങളെല്ലാം കൊണ്ടുവരിക. ഈ ആയുധങ്ങളെല്ലാം ജനക മഹാരാജാവിന് ദേവാധിദേവന്മാരിൽ പ്രധാനിയായിരിക്കുന്ന സമുദ്രദേവൻ വരുണൻ നൽകിയതാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. ജനക മഹാരാജാവിന് വരുണൻ, മഹാത്മാവായ വരുണൻ സ്വയം നൽകിയതായ ആയുധങ്ങൾ, അത് അങ്ങേയറ്റം ഭയങ്കരങ്ങളായിരിക്കുന്ന 2 വില്ലുകൾ, ഈ ലോകത്തിൽ ആര് പരിശ്രമിച്ചാലും ഒരിക്കലും ഭേദിക്കാൻ കഴിയാത്തതായ 2 കവചങ്ങൾ, അതേപോലെ തന്നെ ദിവ്യങ്ങളായിരിക്കുന്ന ആവനാഴികൾ, ആ ആവനാഴികളിൽ ഒഴിയാതെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതായ അത്യന്തം ശക്തിസമ്പന്നമായിരിക്കുന്ന സായകങ്ങൾ, പിന്നെയോ ആദിത്യനെ പോലെ എപ്പോഴും തിളങ്ങുന്ന പ്രകാശം ചിതറുന്ന 2 ഖഡ്ഗങ്ങൾ, വാളുകൾ, അവയെല്ലാം സ്വർണത്താൽ വിവിധങ്ങളായ ശില്പവിദ്യകൾ ചെയ്ത് അലങ്കൃതമാണ്. ഇവയെല്ലാം ആചാര്യന്റെ ആ പൂജാമുറിയില് അങ്ങേയറ്റം പൂജ നൽകി സംരക്ഷിച്ചിരിക്കുകയാണ്. അതിനെ നീ എടുത്തുകൊണ്ട് വേഗത്തിൽ വരൂ. നമുക്ക് ഉടനെ തന്നെ കാനനത്തിലേക്കുള്ള യാത്ര ആരംഭിക്കണം. അതിനുവേണ്ടി അച്ഛനെ കാണണം. ശ്രീരാമൻ കാനനത്തിലേക്ക് പോകണം എന്നാണ് കൈകേയി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സീത പോകണം എന്ന് കൈകേയി ആവശ്യപ്പെട്ടിട്ടില്ല. ലക്ഷ്മണൻ പോകണമെന്നും കൈകേയി ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോ അവർ രണ്ടുപേരും രാമനോടൊപ്പം ഇറങ്ങിയിരിക്കുന്നു. പിന്തിരിപ്പിക്കാൻ രാമൻ നോക്കി, സാധിച്ചില്ല. പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. അതാണ് അവർക്ക് രാമനോടുള്ളതായ ബന്ധം. ഇനി അവരെ കാനനത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ നിവർത്തിയില്ല. കൊണ്ടുപോകണമെങ്കിലോ അതിന് അച്ഛന്റെ അനുവാദം വേണം. അച്ഛനാണ് അദ്ദേഹം, രാജാവാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ അവരെ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി സീതയുടെ ആ കൊട്ടാരത്തിൽ നിന്ന്, അഥവാ രാമന്റെ കൊട്ടാരത്തിൽ നിന്നിട്ട് നേരിട്ട് കാട്ടിലേക്ക് പോകാൻ പറ്റൂല. ദശരഥന്റെ സമീപത്തേക്ക് പോകണം. അവിടെ ചെന്ന് അദ്ദേഹത്തോട് അനുവാദം മേടിക്കണം. അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ദശരഥ മഹാരാജാവ് വസിക്കുന്ന കൈകേയിയുടെ ഭവനത്തിലേക്ക് പോകണം എന്ന് രാമൻ ലക്ഷ്മണനോടും സീതയോടും പറയാണ്. അതുകൊണ്ട് എത്രയും വേഗം ദാനധർമ്മങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യണം. രാമനും സീതയും ലക്ഷ്മണനും അവിടെ വച്ചിട്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ മുഴുവൻ എടുത്ത് എല്ലാ സജ്ജനങ്ങൾക്കും വാരിക്കോരി ദാനം നൽകുന്നു. ഈ അയോധ്യാകാന്ഡത്തിലെ 32ാമത്തെ സർഗം വളരെ വിസ്താരമേറിയ സർഗമാണ്. അതില് ആ ദാനധർമ്മം നിർവഹിക്കുന്നത് വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവർ മൂവരുമായിട്ട് നടന്ന് കാൽനടയായിട്ട്, കൂടെ രക്ഷികൾ ആരുമില്ല, കൂടെ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, ഘോഷയാത്രയായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇല്ല. ഇവർ മൂവരും മാത്രമായിട്ട് വളരെ വേഗത്തിൽ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോവാണ് അച്ഛനെ കാണുന്നതിന് വേണ്ടി. നമ്മളിനി 33ാമത്തെ സർഗം, രാമലക്ഷ്മണന്മാരും സീതയും ദശരഥന്റെ മുന്നിലെത്തിയിട്ട് ദശരഥനോട് അനുവാദം ചോദിക്കുന്ന ഭാഗവും ദശരഥന്റെ മറുപടി, രാമനോട് കാട്ടിൽ പോകരുത് എന്നാണ് ദശരഥൻ പറയുന്നത്. കാട്ടിൽ പോകാൻ ദശരഥൻ പറഞ്ഞില്ല. കൈകേയി 2 വരം ചോദിച്ചു. ആ 2 വരത്തിൽ ഒന്ന് രാമൻ കാട്ടിലേക്ക് പോകണമെന്നാണ്, ഒന്ന് ഭരതൻ രാജാവാകണമെന്ന്. കൈകേയിയാണത് പറയുന്നത്. ദശരഥൻ ആ വരം കൊടുത്തിട്ടില്ല, കൊടുക്കില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല.
കൊടുക്കില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് അധർമ്മമാകും. എന്നാൽ രാമനെ കാട്ടിലേക്ക് അയച്ചാലോ അതും അധർമ്മമാകും. ഈ ഒരവസ്ഥയിലാണ് ദശരഥൻ. ആ ദശരഥ മഹാരാജാവ് രാമനോട് നീ കാട്ടിലേക്ക് പോകരുത് എന്ന് പറയുന്നത്, ആജ്ഞാപിക്കുന്നത് നമ്മൾ കേൾക്കും. അപ്പോൾ രാമന്റെ മറുപടിയും രാമന്റെ നിശ്ചയവും നമ്മൾ കാണും. ഇതാണ് രാമകുടുംബം, ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഭാരതീയ കുടുംബക്രമം, ജീവിതക്രമം. നാളെ രാത്രി 8:30 നമുക്കിതേപോലെ ഒരുമിച്ച് കൂടാം. എന്നിട്ട് നമുക്ക് വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലുള്ള തുടർന്നുള്ള സർഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് നമ്മുടെ ഗുരുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സുകളെല്ലാം തന്നെ 30 ദിവസം ഫേസ്ബുക്കിൽ കിടക്കും. ഇപ്പോൾ തുടക്കത്തിലുള്ള ക്ലാസ്സുകൾ ഒന്നൊന്നായിട്ട് 30 ദിവസം കഴിയുന്ന മുറയ്ക്ക് ഈ ഫേസ്ബുക്കിൽ നിന്നിട്ട് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിലെ ഓരോ ക്ലാസ്സിനെയും 5ആയിട്ടോ 6ആയിട്ടോ ഖണ്ഡിച്ചിട്ട് സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിലിടും. ഒക്ടോബർ 17 തൊട്ട് ഇത് വന്നു തുടങ്ങും. എല്ലാവരും സത്യാനന്ദ സംസ്കൃതിയിലേക്ക് വരണം. ഇപ്പോഴും ആ ചാനല് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീതാഭാരതമാണ് അതിലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തിലേറെയായി ആ ചാനല് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ ദിവസവും ഇതേപോലുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഓരോ വീഡിയോ അതിൽ വരും. 5 വർഷത്തിലേറെയായിട്ട് ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗീതാഭാരതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 ഗീത അധ്യായങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യപ്പെടും. അത് കഴിയുമ്പോഴേക്കും ഒക്ടോബർ 17 തൊട്ട് ഈ വാൽമീകി രാമായണവും വരും. എല്ലാവരും സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് വരണം. അത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ എല്ലാ ദിവസവും വരണം എന്ന് മാത്രമല്ല, നേരത്തെയുള്ള ക്ലാസ്സുകളെല്ലാം സ്ക്രോൾ ചെയ്തിട്ട് കാണണം. അതിൽ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ വിഷയം അനുസരിച്ചിട്ട് അത് ഒരുമിച്ച് തന്നെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ അതെല്ലാം കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭാരതീയ സംസ്കൃതിയെ എല്ലായിടവും എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനെ എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കണം. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാവരോടും ഇക്കാര്യം പറയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.